ഹലോ എവരിവൺ. ഏതാനും നാളുകൾക്ക് മുമ്പ് മാനസിക ആരോഗ്യത്തെപ്പറ്റി ബോധവൽക്കരണ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു. അത് അമേരിക്കയിലെ ദമ്പതിമാരുടെ ഇടയിലുണ്ടായ കൊലപാതക ശ്രമങ്ങളുടെയും ഇഷ്യൂസിൻ്റെ ഒക്കെ വെളിച്ചത്തിലാണ് നമ്മളങ്ങനെ വീഡിയോസൊക്കെ ചെയ്തത്. അതിനെ തുടർന്ന് മാനസിക ആരോഗ്യ സപ്പോർട്ടിന് വേണ്ടി സ്വാന്തന കെയർ ആൻഡ് ക്യൂർ ഗ്ലോബൽ എന്നുള്ള പേരിൽ നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. സോ ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഏതാനും നാളുകൾക്ക് മുമ്പുണ്ടായ പല ദുരന്ത വാർത്തകളിലേക്ക് വെളിച്ചത്തിലാണ്. തന്നെയുമല്ല, ഈ ഒരു മെയ് മാസം എന്ന് പറഞ്ഞത് മെൻ്റൽ ഹെൽത്ത് അവയർനെസ് മാസമാണ്, മാനസികാരോഗ്യ ബോധവൽക്കരണ മാസമാണ് ഈ മെയ് മാസം. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഏതാനും നാളുകൾക്ക് മുമ്പ് അമേരിക്കൻ സിറ്റിസനായിട്ടുള്ള രണ്ട് സഹോദരിമാർ, അവർ വർഷങ്ങളായിട്ട് അമേരിക്ക ഉള്ളവരാണ്, വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അവർ ഇന്ത്യയിലേക്ക് ഒരു യാത്ര പോവുകയും പുണ്യസ്ഥലങ്ങളെല്ലാം സന്ദർശിച്ച് ഒരു പുണ്യ സ്ഥലത്ത് വെച്ച് അവർ ജീവനൊടുക്കുകയും ചെയ്യുകയുണ്ടായി. ഏതാനും ആഴ്ചകളേ ആയിട്ടുള്ളൂ. സോ നമ്മൾ ആ വാർത്തയ്ക്ക് ഇലക്ഷനോ കാരണം വലിയ പ്രാധാന്യം കൊടുത്തെന്ന് തോന്നണില്ല. അധികം വാർത്തകളൊന്നും അതിനെപ്പറ്റി വന്നില്ല. എങ്കിലും രണ്ട് സഹോദരിമാരാണ് ആ കുടുംബത്തിന് നഷ്ടമായത്. അതുപോലെ തന്നെ ഫ്യൂ ഡേയ്സിന് മുമ്പ് നമ്മൾ ഈ ഷിക്കാഗോയിൽ ഒരു ഇന്ത്യൻ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഇടയ്ക്ക് അതായത് ജോലി കിട്ടാത്തതിൻ്റെ ഒരു സമ്മർദ്ദം മൂലം അദ്ദേഹം ജീവനൊടുക്കുകയുണ്ടായി. തന്നെയുമല്ല, ഈ കാനഡയിൽ യുവദമ്പതിമാരുടെ ഇടയിൽ ജസ്റ്റ് 1 ഇയർ മാത്രം വിതിൻ 1 ഇയറിലുള്ള യുവദമ്പതിമാരുടെ ഇടയിൽ ഇഷ്യൂസൊക്കെ ഉണ്ടായി. കൊലപാതകങ്ങളിലേക്കും വളരെയധികം രീതിയിലുള്ള പീഡനങ്ങളിലേക്കൊക്കെ പോയി. പോലീസ് കേസൊക്കെ സെപ്പറേറ്റഡ് ഒക്കെ ആയ ഇഷ്യൂസൊക്കെ ഉണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ കേൾക്കാത്ത തന്നെ പല ഇഷ്യൂസാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇത് ഇങ്ങനെ ഒരു വാർത്തകൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും അതിനെപ്പറ്റി സംസാരിക്കുകയും അതിനെപ്പറ്റി ചർച്ചകളൊക്കെ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യുന്നു. എന്നാൽ വീണ്ടും ഇതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മളെ സമൂഹത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ മലയാളി സമൂഹത്തിൽ. സോ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പലപ്പോഴും അതിനെ ഒരു നെഗറ്റീവ് കാഴ്ചപ്പാടോടെയാണ് കാണുന്നത്. മെൻ്റൽ ഹെൽത്ത്, മെൻ്റൽ എന്ന് പറയുമ്പോഴേ അതൊരു മാനസിക രോഗമാണ്, മെൻ്റൽ ഇൽനെസ് ആണ് എന്ന ഒരു ചിന്തയിലാണ് പലപ്പോഴും പലരും അതിനെ കാണുന്നത്. നമ്മൾ പണ്ട് സിനിമയിലൊക്കെ കാണുന്ന പോലെ, മോഹൻലാലിൻ്റെ സിനിമയിലൊക്കെ കാണുന്ന പോലെ, താളപ്പെട്ട സിനിമയിലൊക്കെ ആണെങ്കിലും നമ്മളൊരു മാനസികാരോഗ്യ ആശുപത്രിയിൽ സംഭവിച്ച കാര്യങ്ങളും ആ ഒരു ഡ്രസ് കോഡും ഇങ്ങനത്തെയുള്ള പല കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് പലപ്പോഴും വരാറുള്ളത്. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് ഈസ് നോട്ട് ഓൺലി അബൌട്ട് മെൻ്റൽ ഇൽനെസ്, ഇറ്റ് ഇൻക്ലൂഡ്സ് സ്ട്രെസ്, ഇമോഷൻ, റിലേഷൻഷിപ്പ്, സ്ലീപ്പ്, കോൺഫിഡൻസ് ആൻഡ് ഹൗ വി ഹാൻഡിൽ ലൈഫ്. അപ്പോൾ മാനസികാരോഗ്യം എന്ന് പറയുന്നത് നമുക്ക് ഇമോഷൻസും സ്ട്രെസ്സും നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പും നമ്മുടെ ഉറക്കത്തിൻ്റെ ഗതികളും നമ്മുടെ കോൺഫിഡൻസും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് മെൻ്റൽ ഹെൽത്ത്. നമ്മളെ ചുറ്റുമുള്ള പല ആളുകളും വളരെയധികം മാനസിക സംഘർഷത്തിലൂടെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇവരെ പുറമെ എക്സ്പ്രസ് ചെയ്യുന്നത് വളരെ ഹാപ്പി ആയിട്ടായിരിക്കും, എല്ലാത്തിലും വളരെ ആക്റ്റീവായിട്ടുള്ള വ്യക്തികളായിരിക്കും. അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആയിരിക്കും ഫോട്ടോ ഇടുന്നു, വീഡിയോസ് ചെയ്യുന്നു, റീൽ ചെയ്യുന്നു, വളരെയധികം രീതിയിൽ ആക്റ്റീവ് ആയിരിക്കും. എന്നാൽ പെട്ടെന്നൊരു ദിവസം ഇവരുടെ ഒരു മാനസിക അവസ്ഥ ഡൗൺ ആയി സമ്മർദ്ദത്തിലൂടെ അല്ലെങ്കിൽ ഒരു ദുരന്തവാർത്തയായിരിക്കും പലപ്പോഴും നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിയിലെ ഏറ്റവും മികച്ചൊരു ഫുഡ് ബ്ലോഗർ ആയിരുന്നൊരു വ്യക്തി പെട്ടെന്നൊരു ആത്മഹത്യ ഉണ്ടായി. മില്യൺസ് ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഫാൻ ബേസിൽ ഒരുപാട് ആൾക്കാർ ഇദ്ദേഹത്തിനെ ശ്രദ്ധിക്കുകയും അദ്ദേഹത്തിന് ഏറ്റവും മികച്ചൊരു രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആളാണ്. ഇപ്പോഴും അദ്ദേഹം ചാനലുണ്ട്, മറ്റുള്ളവർ അത് നടത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടായിരുന്ന ആത്മഹത്യ, കാരണം ഡെയിലി എല്ലാവരും അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരുന്നതാണ്. പെട്ടെന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ആർക്കും ഇത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. ഒരു ഞെട്ടലായിരുന്നു എല്ലാവർക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്? അപ്പോൾ നമുക്കുണ്ടാകുന്ന ചെറിയ നമുക്ക് സ്ട്രെസ് ലൈഫിൽ വളരെയധികം കാര്യങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കുണ്ടാകുന്ന ശാരീരികമായിട്ട് മാനസികമായിട്ട് ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും നമ്മളത് സീരിയസ് ആയിട്ട് എടുത്ത് ശ്രദ്ധിക്കുക. അപ്പോൾ ഉറക്കക്കുറവുണ്ടാകുന്നത് പലപ്പോഴും ഇതിൻ്റെ ഒരു മൂല കാരണമായിട്ട് സ്ലീപ്പിംഗ് പാറ്റേണിലുണ്ടാകുന്ന വ്യതിയാനമാണ്. അപ്പോൾ പൂർ സ്ലീപ്പ്, ഉറക്കക്കുറവുണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ഐസൊലേഷൻ, ഓവർ തിങ്കിങ്, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം കൂടുതൽ, അല്ലെങ്കിൽ ടയർഡ്നെസ് കൂടുതൽ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ലായ്മ ഒരു കാര്യത്തിലും. അപ്പോൾ വളരെയധികം ആക്റ്റീവായിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഒരു കാര്യത്തിലും ഇൻട്രസ്റ്റ് ഇല്ലാതെ അവരുടെ ഭയങ്കര ഡൗണായി വരാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളുണ്ടാകുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സമൂഹം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അവർക്ക് സ്വയമേ ഒരു ഹെൽപ്പിന് വേണ്ടി വരാൻ സാധിക്കില്ലായിരിക്കും. അപ്പം നമ്മുടെ ചുറ്റിനുമുള്ള ഇൻറ്റിമേറ്റുള്ള ആൾക്കാർ ഇവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഹെൽപ്പിലേക്ക്. അപ്പം ഒരു ശക്തമായൊരു സമൂഹം എന്നത് ആരും പ്രശ്നങ്ങളിൽ പെടാത്ത സമൂഹമല്ല, പ്രശ്നങ്ങളിൽ പെടുമ്പോൾ ആരെയും ഒറ്റയ്ക്ക് പെടാത്ത സമൂഹമാണ്. അപ്പോൾ ഒരു കൂട്ടായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമായിട്ട് നമുക്ക് ഇതിനെ കാണാം. ഒരു നല്ല മാനസികാരോഗ്യം എന്ന് പറയുമ്പോൾ മനസ്സ് സമാധാനത്തോടെ ഇരിക്കുക, ആത്മവിശ്വാസം വർദ്ധിക്കുക, പ്രശ്നങ്ങളെ സമാധാനമായി നേരിടുക, മറ്റുള്ളവരുമായി നല്ല ബന്ധങ്ങൾ പുലർത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ഒരു പോസിറ്റീവ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വിദ്യാർത്ഥി പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു പോയി, എന്നാൽ അതിൽ തകരാതെ അടുത്ത പ്രാവശ്യം പരീക്ഷയിൽ എങ്ങനെ മാർക്ക് വർദ്ധിപ്പിക്കാം, അതിനുവേണ്ടി പോസിറ്റീവായിട്ട് ചിന്തിച്ച് അതിനുള്ള കാര്യങ്ങളിലുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് സ്ട്രെസ്സ്
പലപ്പോഴും വരാറുണ്ട്. എങ്ങനെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാം. അപ്പം ജോലി സ്ഥലത്തും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ നമുക്ക് സ്ട്രെസ് വർദ്ധിച്ച് നമുക്ക് പല കാര്യങ്ങളിലും പ്രശ്നങ്ങളായി നിൽക്കുമ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. അതിനുശേഷം നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നമുക്ക് മ്യൂസിക് ലിസൺ ചെയ്യാം, നടക്കാൻ പോകാം, എക്സസൈസ് ചെയ്യാം. പല കാര്യങ്ങളിലൂടെ അതിനെ പോസിറ്റീവായിട്ട് മാറ്റി നമുക്ക് സ്ട്രെസ്സിനെ റിലീഫ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളും സ്ട്രെസ്സൊക്കെ വരുമ്പോൾ നമുക്ക് സപ്പോർട്ട് നേടാം. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് സംസാരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് സംസാരിക്കാം, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നല്ലൊരു മെൻ്റൽ ഹെൽത്തിലൂടെ മുന്നോട്ട് പോകേണ്ടത്. എന്നാൽ ഒരു പുവർ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ആങ്സൈറ്റി വർദ്ധിപ്പിച്ച്, സ്ട്രെസ് വർദ്ധിപ്പിച്ച് നമ്മൾ തന്നെ ഇങ്ങനെ ചിന്തിച്ച് വന്ന് അവസാനം നമ്മൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. അതാണ് ഒരു മെൻ്റൽ ഹെൽത്തിൻ്റെ ഇഷ്യൂസിലേക്ക് വരുന്നത്. അപ്പോൾ ഡെയിലി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോഴാണ് കൂടുതൽ സ്ട്രഗിളിലേക്ക് നമ്മൾ പോകുന്നത്. മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രോപ്പർ സ്ലീപ്പാണ്. നമ്മുടെ സ്ലീപ്പിംഗ് പാറ്റേണിലുള്ള വ്യതിയാനം പലപ്പോഴും പല ശാരീരിക പ്രശ്നങ്ങളിലും മാനസിക പ്രശ്നങ്ങളും അവസാനിക്കാറുണ്ട്. സോ നല്ലൊരു സ്ലീപ്പിംഗ് പാറ്റേൺ നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഡെയിലി ബേസിൽ എക്സസൈസ്, ജിമ്മിൽ ഇൻവോൾവ് ചെയ്യുക, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുക. അതുപോലെ ഹെൽത്തി ഫുഡ്, അതുപോലെ നമുക്ക് ഇഷ്യൂസൊക്കെ വരുമ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് സംസാരിക്കുക, അല്ലെങ്കിൽ ട്രസ്റ്റഡ് ഫ്രണ്ട്സിനോട് സംസാരിക്കുക. അതുപോലെ തന്നെ ടോക്സിക് സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസിനെല്ലാം ലിമിറ്റ് ചെയ്യുക. സ്പെൻഡിങ് ടൈം ഇൻ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ്, സമൂഹത്തിലുള്ള പല ആക്ടിവിറ്റീസ് നമ്മൾ ഏർപ്പെടുക. തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല മാനസികാരോഗ്യം ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് പലപ്പോഴും ഇതിലൊന്നും നമ്മൾ ഏർപ്പെടാതെ നമ്മൾ തന്നെ ഐസൊലേറ്റഡ് ആയിട്ട് നമ്മൾ തന്നെ ചിന്താഗതികളായിട്ട് മാറി നിൽക്കേണ്ട അവസരങ്ങൾ വരുമ്പോൾ പലപ്പോഴും ഡിപ്രസീവ് എപ്പിസോഡിലേക്കൊക്കെ പോകാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്രൊഫഷണൽ ഹെൽപ്പ് സ്വീകരിക്കുക. കൗൺസിലേഴ്സ് ഉണ്ട്, സൈക്കോളജിസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു അസുഖം പോലെ നമുക്ക് കൈ മുറിയാണെങ്കിൽ ബാൻഡേജ് നമ്മൾ കിട്ടും എന്ന് പറഞ്ഞ പോലെ നോർമൽ ഒരു അസുഖം വന്നതുപോലെ തന്നെ ചിന്തിക്കാനുള്ള മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ സമൂഹത്തിൽ നമുക്ക് ചെയ്യേണ്ടത്. കാരണം മാനസിക പ്രശ്നം ശാരീരിക അസുഖം പോലെ തന്നെയുള്ളൊരു അസുഖമായിട്ട് ചിന്തിച്ച് പ്രൊഫഷണൽ ഹെൽപ്പ് സ്വീകരിക്കുക, കൗൺസിലേഴ്സിനെ കാണുക. അപ്പോൾ അതുവഴി നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്താനും നമ്മുടെ മാനസിക ചിന്തകളിലെ ഇമ്പ്രൂവ്മെൻറ്റ്സ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് സഹായങ്ങൾ കിട്ടേണ്ടത്. തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കൂടുതൽ വീഡിയോസായിട്ട് കാണാം. അപ്പോൾ താങ്ക് യു. സ്നേഹപൂർവ്വം ജെറി നെയ്യാർ, രജിസ്റ്റേർഡ് സോഷ്യൽ വർക്കർ, കാനഡ. താങ്ക് യു.